എന്തായാലും പെട്ടു. ഇനി ചായ കൊണ്ടു കൊടുക്കാം. ഞാനൊരു ഗ്ലാസ് ചായ അതിൽ നിന്നും എടുത്ത് താഴേക്ക് വെച്ചു. നീ എന്തിനാ ഇതെടുത്തു മാറ്റിയത്? ചിറ്റ സംശയത്തോടെ നോക്കി. അതെ, അവിടെ മിന്നിച്ചൊരാളിരിക്കുന്ന കണ്ടില്ലേ? ഇതുകൊണ്ട് കൊടുത്താൽ പിരിയും. പിന്നെ വാളായി. വെറുതെ എന്തിനാ പെണ്ണ് കാണാൻ വന്നിട്ടും ആ ചെക്കനെ കൊണ്ട് തുടുപ്പിക്കണേ? വല്യച്ചേ, അവള് പറഞ്ഞ നേരാ. വല്യേട്ടന് ചായ കൊടുക്കണ്ട. എൻ്റെ മാളു, നീ അതങ്ങ് കൊടുത്തേര്. അല്ലെങ്കിൽ അവരുടെ മുൻപിൽ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിരിക്കും അടുത്ത പുകില്. വേണമെങ്കിൽ എടുത്ത് കുടിക്കട്ടെ. ആ, അത് നേരാ. എൻ്റെ പ്രൊഡ്യൂസർ അല്ലേ? ദൈവമേ, അങ്ങേര് കുറച്ച് എനിക്കൂടെ തന്നിരുന്നെങ്കിൽ ഒരു ധൈര്യം വന്നേനെ. സകല ദൈവങ്ങളെ വിളിച്ച് ഞാൻ അത് കയ്യിലെടുത്തു. മാളു, ആദ്യം വരുണിന് കൊടുക്ക്. അപ്പുവേട്ടന് മുൻപിൽ നീട്ടിയ ചായ പുള്ളി നൈസായിട്ട് തിരസ്കരിച്ചു. എന്നെ വിശ്വാസമില്ലാത്ത കൊണ്ടാണോ? അതാകാനേ വഴിയുള്ളൂ. ഞാൻ കഥാനായകൻ്റെ എൻ്റെ വില്ലൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ഗ്ലാസ് ചായയ്ക്ക് വേണ്ടി മസിലും പിടിച്ചിരിക്കുന്നു. പതുക്കെ ട്രേ മുൻപോട്ട് നീട്ടി. വരുണേറ്റൻ ചായ എടുത്തപ്പോൾ ഞാൻ എവിടെ നിന്നോ ഒരു പാട്ടു കേട്ടു. എവിടെ നിന്നാണോ അത്? എൻ്റെ കാരണവനുടെ ഫോണിൽ നിന്നും. അയ്യോ, ഞാൻ തന്നെയാണല്ലോ ഇന്നലെ റിംഗ് ടോൺ മാറ്റിയത്. എന്തായാലും ഫോണിന് വിവരമുണ്ട്. കൃത്യനിഷ്ഠ പാലിച്ചു. ആശ്വാസം. ഞാൻ വരുണേട്ടൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. വിജൃംഭിച്ചിരിക്കുന്ന ആ മുഖത്ത് ചിരിയുടെ നേരിയ മൂടുപടലം പോലുമില്ല. എങ്ങനെ കാണാൻ? എന്നെ അറക്കാൻ കൊണ്ടുപോകാൻ വന്നതല്ലേ? ഞാൻ ചായ ബാക്കി ടീപ്പോയിൽ വെച്ചിട്ട് ചിറ്റയുടെ പുറകിലേക്ക് ഒളിച്ചു. വരുണിന് മാളുവിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആകാം കേട്ടോ. വാവ്, വണ്ടർഫുൾ. പ്രതീക്ഷിച്ച കാര്യം. ഇനി എന്നെ തൂത്തെടുത്താൽ മതി എൻ്റെ കണ്ണ. അപ്പുവേട്ടൻ അത് പറഞ്ഞതും എൻ്റെ പ്രൊഡ്യൂസർ എന്നെ നോക്കി ഒന്ന് ഇളിച്ചു. ഇപ്പോൾ താനെ എന്നെ അവരുടെ കൂടെ വിടാൻ റെഡിയായിരിക്കണ ആ ചിരി കണ്ടാൽ അറിയാം. വേണ്ട, എനിക്ക് സംസാരിക്കാനില്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ? അധികം വൈകിപ്പിക്കരുത് എന്നേ ഉള്ളൂ. വരുണേട്ടൻ്റെ ആ മറുപടി കേട്ടതും നേപ്പാളിൽ വന്ന ഭൂമി കുലുക്കം ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആശിച്ചു. അത്രയ്ക്ക് പെട്ടുപോയി മാളു നീ. ഞാൻ മനസ്സിനെ പാകപ്പെടുത്തി. അച്ഛൻ്റെ ചിരി കണ്ട് ഞാൻ ഞെട്ടി. ഈശ്വര, പന പോലെ ഇവിടെ നിൽക്കുന്നതിൻ്റെ അനുവാദമൊന്നും വേണ്ട. താല്പര്യമില്ല എന്ന് ചാടിക്കേറി പറഞ്ഞാലോ? അയ്യോ, അത് വേണ്ട. വരുണേട്ടൻ്റെ മുഖത്തെ ആ ഭാവം എൻ്റെ നാവിറങ്ങിപ്പോയി. ചിലപ്പോൾ ഇവിടെ വെച്ച് എന്നെ പഞ്ഞിക്കിടും. ഞാൻ സ്വയം അടങ്ങി. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങുവാ ചിറ്റപ്പ. അപ്പുവേട്ടൻ കുഴലപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് വായിലിട്ടു. തിന്ന് അവസാനം എൻ്റെ ശവം കൂടി തിന്നേണ്ടി വരും. എൻ്റെ കാലദൂതൻ അപ്പുവേട്ടനായിരുന്നു എന്ന് സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. പട്ടാളം അവരുടെ പിന്നാലിറങ്ങി. ഓ, യാത്ര അയക്കാനായിരിക്കും അല്ലേ? പുച്ഛം. ഞാൻ ജനലിലൂടെ എത്തി നോക്കി. വരുണേട്ടൻ്റെ ഉദ്ദേശം അത് മനസ്സിലാകുന്നില്ല. എന്തായാലും നല്ലതിനല്ല. മാളു, നിന്റെ ആദ്യ ടാർഗറ്റ് ഈ കല്യാണം മുടക്കുക. അത് ഈസി അല്ലേ? മാളു വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? അഹങ്കാരം ഒന്ന് തലപൊക്കി. പട്ടാളം തിരിച്ചു വന്നപ്പോഴേക്ക് ചിമ്പാൻസി കുഞ്ഞുങ്ങൾ നെഞ്ചത്തടിച്ച് കരയും പോലെ ഞാൻ കീറാൻ തുടങ്ങി. അയ്യോ, എനിക്ക് കല്യാണം വേണ്ടായേ. ഞാനിവിടെ നിന്നോളാമേ. കൃത്യസമയത്ത് കണ്ണുനീർ വന്നു. ചതിച്ചില്ല. ടിക്ടോക്ക് ചെയ്ത് അഭിനയിക്കാൻ ആരും പഠിപ്പിക്കേണ്ടി വന്നില്ല. മാളു, നീ കരയാതെ. കല്യാണം ഉറപ്പിക്കാൻ ഇനി സമയമുണ്ട്. നിങ്ങളുടെ നാള് നോക്കണം. ചേർച്ച ഉണ്ടെങ്കിൽ അല്ലേ നടത്തൂ. ചിറ്റേൻ്റെ തോളിൽ പിടിച്ചു. അപ്പം നാള് നോക്കിയില്ലേ? കരച്ചിലിന് താൽക്കാലിക വിട നൽകിക്കൊണ്ട് ഞാൻ തലപൊക്കി. പോരാളി ഒരു കണ്ണാടി വെച്ചുകൊണ്ട് എവിടെ നിന്ന് ഒരു പഞ്ചാംഗം തപ്പിയെടുത്ത് കാലം നീട്ടൊരു ഇരിപ്പിരുന്നു. അയ്യോ, ഇരിപ്പ് കണ്ടാൽ തോന്നും സാക്ഷാൽ ആറ്റുകാൽ രാമകൃഷ്ണൻ്റെ പെങ്ങളാണെന്ന്. ദൈവമേ, നാളെ ചേരില്ലേ? പഞ്ചാംഗം തിരിച്ചു മറിച്ചു നോക്കുന്നു. കയ്യിലെ 10 വിരലും പോരാത്തതിന് കാലിലെ വിരലും പിടിക്കുന്നു. ആകാശത്താണോ ഭൂമിയിലാണോ എവിടെയൊക്കെയോ നോക്കി പിറുപിറുക്കുന്നു. അവസാനം ആ മുഖത്ത് പുഞ്ചിരി തെളിയുന്നു. എനിക്കുള്ള കൊലച്ചിരി. സുമേ, 10ൽ 9 പൊരുത്തം. ഭാഗ്യമാണ് ഈ കല്യാണം മഹാലക്ഷ്മിയാണ് വന്നത്. അമ്മേ, ഒന്നുകൂടെ നോക്കിക്കേ. 9 പൊരുത്തം വരാൻ വഴിയില്ല. അമ്മയ്ക്ക് തെറ്റിയതാ. ഞാൻ നിഷ്കളങ്കമായ പഞ്ചാംഗത്തിലേക്ക് ചൂണ്ടി. എനിക്ക് തെറ്റില്ല. പഞ്ചാംഗം സത്യം പറയൂ. ബെസ്റ്റ്. അത് അവിടുന്നും പോയി. അല്ലേലും രാമ, കണിയാൻ ചാകും മുൻപ് ഇവളുടെ ജാതകം നോക്കി പറഞ്ഞതാ. ഈ വീട്ടിലേക്ക് ഇവൾ ഐശ്വര്യം കൊണ്ടുവരും. ഇവളെ തേടി മഹാലക്ഷ്മി വരുമെന്ന്. പോയത് മഹാലക്ഷ്മിയല്ല, എൻ്റെ കാലൻ. അന്ന് ഞാൻ എങ്ങനെ ഇവര് പറഞ്ഞു മനസ്സിലാക്കും? തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. അമ്മേ, നമുക്ക് ഇത്രയും വലിയ ബന്ധം വേണോ? കൊക്കിലൊതുങ്ങുന്നത് കൊത്തിയാൽ പോരെ? ആ ചേട്ടനൊന്ന് പത്രാസിന് നമ്മൾ ചേരില്ല. ഞാനൊരു കണ്ണടച്ചു നോക്കി റിയാക്ഷൻ അറിയണല്ലോ. മോളെ, ആ പയ്യന് അമ്മ മാത്രമേ ഉള്ളൂ. അതും അവൾക്ക് സുഖമില്ലാതിരിക്കുക. ആ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന കുട്ടിയായിരിക്കണം എന്നേ അതിനുള്ളൂ. കണ്ടോ, എന്നെ ഹോം നേഴ്സ് ആക്കാനാണ്. അവന് ക്യാഷ് മുടക്കില്ലാതെ ഹോം നേഴ്സ്. ഇത് നടക്കില്ല. ഞാൻ എൻ്റെ സകല ശക്തിയും എടുത്ത് വിളിച്ചു കൂവി.
ഈ പെണ്ണ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഹോം നേഴ്സ് ആണെങ്കിൽ അവൻ വിചാരിച്ച 100 വരും. അവൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കാൻ ഒരു മകള് വേണം. ചിറ്റൻ്റെ മുഖത്തേക്ക് നോക്കി. അതിനവരുടെ മോളുണ്ടല്ലോ, രേവതി ചേച്ചി. ഞാൻ മുഖം കൂട്ടി പറഞ്ഞു. ആ കുട്ടി തന്നെയാണ് ഇത്രയും നാൾ അവരെ നോക്കിയത്. ഇനി അവൾക്കത് പറ്റില്ലല്ലോ. അതുകൊണ്ട് അവനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. പോരാളി നിലത്തുനിന്ന് എഴുന്നേറ്റുകൊണ്ട് എൻ്റെ നേരെ തിരിഞ്ഞു. ക്യാഷ് ഉണ്ടെങ്കിലും ഹോം നേഴ്സിന് വെക്കാൻ പറ. എൻ്റെ പ്രതിഷേധം വാക്കുകളിൽ കൂടി ഞാൻ ഇറക്കി വിട്ടു. അതല്ലേ നിന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞത്? അവനതിൽ താല്പര്യമില്ല. ക്യാഷും പത്രാസും നോക്കി പോയാലേ അവൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കണമെന്ന് നിർബന്ധമുണ്ടോ? അമ്മയുടെ വക അടുത്ത കൊട്ട്. അയ്യടാ, അവൻ്റെ അമ്മയെ നോക്കാനല്ലേ ഞാൻ MCA വരെ പഠിച്ചത്. അതെങ്ങനെ +2 കംപ്ലീറ്റ് ചെയ്ത അവനും പഠിത്തത്തിൻ്റെ വില അറിയുമോ? ബാക്കി ഞാൻ ഉള്ളാലെ പറഞ്ഞു. എന്നാലേ മോളെ ഒറ്റയ്ക്ക് ലോൺ തീർത്തോ? ബാങ്കുകാർ വീട് കൊണ്ടുപോകാൻ വരുമ്പോഴേ ഞങ്ങളെല്ലാം കൂടെ കുറച്ച് വിഷം വാങ്ങി കാര്യം അങ്ങ് നടത്തും. അയ്യോ, പിടിച്ചതിനും വലുതാണല്ലോ അളയിലുള്ളത്. പോരാളി സെൻറ്റി തുടങ്ങി. കാര്യം കൈവിട്ടു പോയി. പിന്നെയും അമ്മയും ചിറ്റയും ലോണിൻ്റെ കാര്യം പറഞ്ഞ് കരയാനും മൂക്കി പിഴിയാനും തുടങ്ങി. എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. നേരെ പാത്തുവിൻ്റെ വീട്ടിലേക്ക് ഓടി. അവളുടെ മാറിൽ വീണ് കരയുമ്പോൾ ഒരു ആശ്വാസത്തിനായി അവളുടെ കയ്യിൽ ഞാൻ മുറുകെ പിടിച്ചു. എന്താണ് നിനക്ക് പറ്റിയത്? പാത്തു എൻ്റെ മുഖം പിടിച്ചുയർത്തി. ഡാ വരുണേട്ടൻ, എനിക്ക് കല്യാണം ആലോചിച്ചു വന്നു. വീട്ടിലെല്ലാവരും അത് ഉറപ്പിച്ചു. എൻ്റെ ഇഷ്ടത്തിന് അവിടെ ഒരു വിലയില്ല. ഞാനെല്ലാം അവിടെ പറഞ്ഞു. നീ തുറന്നു പറ വേണ്ടാന്ന്. അതിന് കഴിയില്ലടാ. ഞാൻ ശ്രമിച്ചു നോക്കി. ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുണേട്ടൻ നോക്കിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. എടാ, എന്ന വരുണേട്ടൻ ശരിക്കും നിന്നെ ഇഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കും. ആൾക്ക് അമ്മയോട് അതുപോലെ സ്നേഹം കാണും. അമ്മയെ സ്നേഹിക്കുന്ന മകൻ നിന്നെയും സ്നേഹിക്കും. ഇല്ലടാ, ഒരിക്കലും വരുണേട്ടൻ എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നോട് ദേഷ്യമായിരിക്കും. മാളു, നീ വരുണേട്ടനോട് സംസാരിച്ചോ? ഇല്ല, ഞാൻ തലയാട്ടി. നീ സംസാരിക്ക്. എന്താ വരുണേട്ടൻ്റെ ഉദ്ദേശം? അത് നീ ആദ്യം മനസ്സിലാക്ക്. ഞാൻ ഈ കല്യാണത്തിന് നീ സമ്മതിക്കണം എന്നേ പറയൂ. എടാ, നീ എന്തേ പറയുന്നത്? അതേടാ, നിന്റെ വീട്ടിലെ അവസ്ഥ നിനക്കറിയില്ലേ? എങ്ങനെ കഴിഞ്ഞ കുടുംബമാണ്. നിമിഷ നേരം കൊണ്ടല്ലേ എല്ലാം തകർന്നത്. പട്ടാളത്തിൽ നിന്ന് വന്നെങ്കിലും നിന്റെ അച്ഛൻ പല ബിസിനസ് കൊണ്ട് സമ്പാദിക്കാവുന്നതും അത്രയും സമ്പാദിച്ചില്ലേ? പക്ഷേ നിമിഷ നേരം കൊണ്ടല്ലേ എല്ലാം തകർന്ന് നടുതെരുവിൽ നിങ്ങൾ വന്നത്. എന്നിട്ടും നിന്റെ ആഗ്രഹത്തിന് ലോൺ എടുത്ത് MCA പിടിപിടിച്ചില്ലേ? ഇനി ആ ബാധ്യത കൂടെ താങ്ങാൻ നിന്റെ വീട്ടുകാർക്ക് കഴിയില്ല മോളെ. 1000 രൂപയ്ക്ക് പോലും എൻ്റെ മുൻപിൽ ആ പാവം കടം ചോദിച്ചു വന്ന ദിവസമുണ്ട്. എന്നോട് പോലും ചോദിക്കണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് കാണില്ലേ? നിന്നെ അവർ ഒന്നും അറിയിക്കാത്തതാണ്. പാത്തു പറഞ്ഞു നിർത്തി. പാത്തു, നീ പറയുന്നത്? നീ സമ്മതിക്കണം. നീ പറയുന്നത് ശരിയാ പാത്തു. സുഖമാണെങ്കിലും സങ്കടമാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കാം. ആ പാവങ്ങളുടെ കണ്ണുനീർ കൂടെ ശാപമായിട്ട് എൻ്റെ തലയിൽ വരണ്ട. എനിക്ക് സമ്മതമാണെന്ന് അറിയിക്കാൻ പോകുവാൻ ഞാൻ. പാത്തുവിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. എന്തൊക്കെയോ ആലോചിച്ച് വഴിയിലൂടെ വരുമ്പോൾ എനിക്ക് കുറുകെ വരുണേട്ടൻ്റെ കാറ്. ഒരു നിമിഷം ഞാൻ തറഞ്ഞു നിന്നു. കാറിൽ നിന്നും ഇറങ്ങി എൻ്റെ നേരെ അടുത്ത് വന്ന വരുണേട്ടൻ്റെ രൂപം കണ്ടതും എൻ്റെ തല ചുറ്റി ഞാൻ താഴേക്ക് ഊർന്നിരുന്നു. കണ്ണു തുറന്നു നോക്കി എനിക്ക് ദേഹത്ത് കൂടെ തണുപ്പരിച്ചിറങ്ങും പോലെ തോന്നി. മൂക്കിനുള്ളിലേക്ക് എന്തോ ഒരു സുഗന്ധം. ഞാൻ കണ്ണൊന്ന് തിരുമ്മി. വരുണേട്ടൻ്റെ കാറിനുള്ളിലാണ് എനിക്ക് താൻ എന്നെ കണ്ടു പേടിച്ചു പോയോ? പല്ലുകൾ കൂട്ടിപ്പിടിച്ച് മുഖത്തെ ഗൗരവം ഒട്ടും കളയാതെ വരുണേട്ടൻ എന്നോട് ചോദിച്ചു. ഞാൻ തലയാട്ടി. വിരോധമില്ലെങ്കിൽ നമുക്ക് കുറച്ച് സംസാരിക്കാം. അതിന് മൂളിയത് മാത്രമേ ഉള്ളൂ. കാരണം ഞാനും അത് ആഗ്രഹിച്ചിരുന്നു. കാറ് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല. ഇറങ്ങി. കാറ് നിർത്തിയപ്പോഴാണ് എനിക്ക് സ്ഥലകാലബോധം വീണത്. ബീച്ചിലെ മണൽപ്പരപ്പിൽ വരുണേട്ടൻ ഇരുന്നു. എന്നെ നോക്കിയൊന്ന്. ആ നോട്ടത്തിൻ്റെ അർത്ഥം അവിടെ ഇരിക്കാൻ പറയാതെ പറഞ്ഞതാണെന്ന് മനസ്സിലായി. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? പരുക്കൻ ശബ്ദത്തിൽ ആ ചോദ്യം എൻ്റെ ഉള്ളിൽ ഒരു വിറയലുണ്ടായി. ഉണ്ട്. താഴേക്ക് നോക്കി ഞാൻ തലയാട്ടി. നീ വിചാരിച്ചോ ഞാൻ നിന്നെ മറന്നുപോയി കാണുമെന്ന്? മറുപടിയില്ലായിരുന്നു എനിക്ക്. വരുണൊന്നും മറക്കില്ല. മറക്കാനല്ല നിന്നെ തേടി ഞാൻ വന്നത്. കടലിലെ തിരമാലകൾ ആർത്തലച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ മനസ്സും. നിന്റെ പുറകെ വർഷങ്ങളായി ഞാനുണ്ട്, നിഴല് പോലെ. പണത്തിൻ്റെ ഹുങ്കിൽ നീ എൻ്റെ ജീവിതം തകർത്തപ്പോൾ ഇതുപോലെ എൻ്റെ മുൻപിൽ നീ നിൽക്കുമെന്ന് ഓർത്തില്ല അല്ലേ? അതെടി, നിന്റെ അച്ഛൻ്റെ ബിസിനസ് ഓരോന്ന് തകർത്തത് അത് ഞാൻ തന്നെയാണ്. ഞാനൊന്ന് ഞെട്ടി തല ഉയർത്തി വരുണേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അയാൾ മുഴുകുടിയനാക്കിയത് എൻ്റെ ആളുകളാണ്.
നിന്റെ ചേട്ടൻ്റെ ജോലി തെറിപ്പിച്ചത് അത് ഞാൻ തന്നെ. നീ പല കമ്പനി മാറി മാറി ജോലി ചെയ്തില്ലേ? അതിൽ ഓരോന്നിലും കോടികൾ ഞാൻ ഷെയർ ഇട്ട് ഒരു കണ്ടീഷൻ മാത്രം. ഞാൻ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിന്റെ ടെർമിനേഷൻ. ഞാൻ ശ്വാസമൊന്ന് വലിച്ചു വിട്ടു. ഒരു ശാപം പോലെ എൻ്റെ പുറകിൽ വരുണേട്ടനായിരുന്നു എന്ന സത്യം മനസ്സിലാക്കിയിരുന്നു. ഇനിയും തീർന്നില്ല. ഓ, ഇനി എന്ത് തീരാനാ? ഈ കടലിലേക്ക് മുക്കിക്കൊന്നാ പോരെ? മനസ്സിലാണോ പറഞ്ഞത്? നേരെ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്താലോ? നിന്റെ ലോൺ അടക്കാൻ സാവകാശം ചോദിച്ച് നിന്റെ അച്ഛൻ പോയി. സാവകാശം കിട്ടിയേനെ, പക്ഷെ അവിടെയും ഞാൻ ഇടപെട്ടു. ഇനി നിന്നെ ഞാൻ സ്വന്തമാക്കുന്നത് റാണിയെ പോലെ വാഴിക്കാനല്ല, എൻ്റെ ദാസിയായി എൻ്റെ കാൽ ചുവട്ടിലിട്ട് നിന്നെ ഞാൻ അരക്കും. കഴിഞ്ഞോ? കുറേ നേരമായല്ലോ കിടന്നെ എൻ്റെ വീട്ടുകാരെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നു. പുള്ളിയൊന്ന് ഞെട്ടി. എന്നിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണമായിരിക്കണം പ്രതീക്ഷിച്ചത്. ഞാൻ വരുണേട്ടനോട് തെറ്റ് ചെയ്തു, സമ്മതിക്കുന്നു. നിങ്ങളെ കണ്ടാൽ ആ കാല് പിടിച്ച് മാപ്പ് പറയാനായിരുന്നു ഞാൻ കാത്തിരുന്നത്. മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോടി നീ എന്നോട് ചെയ്തത്? നീ ഒന്ന് ഓർത്തു നോക്കിയേ. ദഹിപ്പിക്കുന്ന നോട്ടം എന്നിലേക്ക് നീണ്ടു. എൻ്റെ ഓർമ്മകൾ പുറകിലേക്ക് നീണ്ടു.